സയ്യിദ് തങ്ങളുടെ ചാരത്തേക്കതോ നബി തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങൾ കടന്നു വന്നിട്ട് സയ്യിദ് തങ്ങളുടെ മുഖത്തുള്ള മറ മാറ്റുമ്പോ സയ്യിദ് തങ്ങൾ പിടക്കുകയാ. സയ്യിദ് തങ്ങളെ നബി തങ്ങൾ വാരുകയാ, നബി തങ്ങളുടെ മടിയിൽ വെക്കുകയാ, നബി തങ്ങൾ കരയുകയാ. നബി തങ്ങളാ കരയുന്നത്, റസൂലുള്ളാഹിയാ കരയുന്നത്, ഹബീബാ കരയുന്നത്. നബി തങ്ങൾ കരയുകയാ. നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, സയ്യിദേ നാളെ കല്യാണമല്ലേ, എന്തിനാ യുദ്ധത്തിന് വന്നത്? സയ്യിദ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എല്ലാവരും നാളെ പരലോകത്ത് വരുമ്പോ അവരുടെ സമയങ്ങള്, അവരുടെ ആയുസ്സുകള്, അവരുടെ സമ്പത്തുകള്, അവരുടെ എല്ലാവിധ നന്മകള് അൽഹംദുലില്ലാഹ് ദീനിനു വേണ്ടി കൊടുത്തെന്ന് പറയുമ്പോ എന്റെ കയ്യില് ഒന്നുമില്ല നബിയേ, എന്റെ കയ്യിലാകെയുള്ളത് ഇത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് സയ്യിദ് തങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് തങ്ങൾ വിട പറഞ്ഞുവെന്ന് പറയുമ്പോ മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഖബറിന്റെ അകത്ത് ഞെരുക്കമെന്ന് പ്രിയമുള്ളവരെ കടന്നു വരുന്നതോ, എന്നാൽ ആ ഖബറിന്റെ അകത്ത് ഞെരുക്കത്തിൽ നിന്ന് ഒരാളെങ്ങാനും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അതെന്റെ സയ്യിദാണെന്ന് പറയുമ്പോ സയ്യിദ് തങ്ങൾ ചെയ്ത നന്മകൾ നമ്മൾ ചെയ്തിട്ടില്ല. സയ്യിദ് തങ്ങൾ ചെയ്തിട്ടുള്ള നന്മകള് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുള്ളത് ഹറാമും തിന്മകളും മാത്രമാ. മാറി നിൽക്കാ കഴിയേണ്ടതാ